സ്വാഗതം. ഇന്നത്തെ ഈ വിശദമായ ചർച്ചയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങൾ നൽകിയ ഒരു ചോദ്യത്തിനാണ്. ചോദ്യം ഞാൻ വായിക്കാം. ART നടപടിക്രമത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ ഘട്ടങ്ങൾ വിശദീകരിക്കാമോ? 1. ജോലി ചെയ്യാൻ നല്ല അന്തരീക്ഷം ഒരുക്കുക, അതിൽ തന്നെ A വായ്ക്ക് പുറത്ത്, B വായ്ക്കുള്ളിൽ. 2. ശുചിത്വവും അണുബാധ നിയന്ത്രണവും. 3. പല്ലടയ്ക്കൽ അഥവാ റെസ്റ്റോറേഷൻ. ഓക്കെ, അപ്പൊ ഈ ചോദ്യം നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ART, അതായത് അട്രോമാറ്റിക് റെസ്റ്റോറേറ്റീവ് ട്രീറ്റ്മെന്റ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അട്രോമാറ്റിക്, അതായത് വലിയ ആഘാതമൊന്നുമില്ലാത്ത, പല്ലിനു വലിയ കേടുപാടുകൾ വരുത്താത്ത ഒരു രീതി. അതെ, പല്ലിലെ പോടുകൾ ചികിത്സിക്കാൻ വളരെ ഒരു സൗമ്യമായ രീതി എന്ന് പറയാമല്ലേ? ശരിയാണ്. സാധാരണ ഡെന്റൽ ക്ലിനിക്കിലെ പോലെ ആ ഡ്രില്ലിംഗ് മെഷീനുകളോ അങ്ങനത്തെ വലിയ ഉപകരണങ്ങളോ ഒന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല. പകരം കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന സിമ്പിളായിട്ടുള്ള ഉപകരണങ്ങൾ. അതുവെച്ച് പല്ലിലെ കേടുവന്ന ഭാഗം പതുക്കെ നീക്കം ചെയ്യും. എന്നിട്ട് ഗ്ലാസ് അയോണമർ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഫില്ലിംഗ് മെറ്റീരിയൽ വെച്ച് അത് അടയ്ക്കും. ഗ്ലാസ് അയോണമർ. അതെ, ഇതിന്റെ ഗുണമെന്താന്ന് വെച്ചാൽ വേദന പൊതുവെ കുറവായിരിക്കും. പിന്നെ കറന്റ് പോലും വേണ്ട. ഓ, അത് കൊള്ളാം. അതുകൊണ്ട് ഇതെവിടെ വെച്ചും ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക്, പിന്നെ ഈ പല്ലെടുക്കാനും അടയ്ക്കാനും ഒക്കെ പേടിയുള്ളവർക്ക്, ഡെന്റൽ ചെയറിലിരിക്കാൻ പേടിയുള്ളവർക്ക്, അതെ അവർക്ക്, പിന്നെ സാധാരണ ക്ലിനിക്കിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ്. ശരി. അപ്പോ ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം നിങ്ങൾ ചോദിച്ച ഈ 3 പ്രധാന സ്റ്റെപ്പുകളുണ്ടല്ലോ, ജോലിസ്ഥലം ഒരുക്കുന്നത്, ഹൈജീൻ, പിന്നെ ഫില്ലിംഗ്. ഇതിനെക്കുറിച്ച് കിട്ടിയ വിവരങ്ങൾ വെച്ച് ലളിതമായിട്ട് ഒന്ന് വിശദീകരിക്കുക എന്നതാണ്. അപ്പോ ആദ്യത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. തീർച്ചയായും. ജോലി ചെയ്യാൻ നല്ലല്ലോ അരുണ്ടലീക്ഷമൊരുക്കുക. അതെ, ഏതൊരു സൂക്ഷ്മമായ പണി ചെയ്യുമ്പോഴും അത് ചെയ്യുന്ന ആൾക്ക് നല്ല സൗകര്യം വേണം. ശരിയാണ്. പിന്നെ ആർക്കാണോ ചെയ്യുന്നത് അവർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്. നല്ല വ്യക്തമായി കാണാൻ പറ്റണം. കൈ നല്ല കൺട്രോളിൽ വെക്കാൻ പറ്റണം. ഒരു ഓപ്പറേഷൻ തിയേറ്റർ തയ്യാറാക്കുന്ന പോലെ തന്നെ അല്ലേ? അത്രയും ഇല്ലെങ്കിലും ഒരുക്കങ്ങൾ വേണം. ഏകദേശം. അപ്പോൾ നമുക്കാദ്യം വായ്ക്ക് പുറത്തുള്ള കാര്യങ്ങൾ നോക്കാം. അതായത് ഡോക്ടർ അല്ലെങ്കിൽ ചികിത്സിക്കുന്ന ആളുടെയും രോഗിയുടെയും പൊസിഷൻ, പിന്നെ വെളിച്ചം. ഓക്കെ, അപ്പൊ ചികിത്സിക്കുന്ന ആളെങ്ങനെ ഇരിക്കണം? സാധാരണയായി ഒരു സ്റ്റൂളിലിരുന്ന് ചെയ്യുന്നതാണ് നല്ലത്. നിവർന്നിരിക്കണം. കാൽപാദം രണ്ടും നിലത്ത് ഉറപ്പിച്ചു വെക്കണം. രോഗിയുടെ വായുടെ ഭാഗം വ്യക്തമായി കാണണം. ഏകദേശം ഒരു 30-35 സെന്റിമീറ്റർ അകലം മതിയാവും. ആ രീതിയിൽ സ്റ്റൂളിന്റെ ഉയരം അഡ്ജസ്റ്റ് ചെയ്യണം. ഇരിക്കുന്ന സ്ഥാനം എവിടെയാണ്? സാധാരണ രോഗിയുടെ തലയുടെ പിന്നിലായിട്ടാണ് ഇരിക്കുക. നമ്മളൊരു ക്ലോക്ക് ഓർക്കുകയാണെങ്കിൽ ആ 10നും 1നും ഇടയിലുള്ള പൊസിഷൻ. 10നും 1നും ഇടയില? അതെ, പ്രത്യേകിച്ച് 12 മണി, അതായത് തലയുടെ നേരെ പിന്നിൽ, അല്ലെങ്കിൽ 10 മണി കുറച്ച് ഇടതോട്ട് മാറി. ഈ പൊസിഷനുകളിലാണ് ഏറ്റവും നന്നായിട്ട് ഉള്ളിലേക്ക് കാണാനും കൈ നല്ല ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനും പറ്റുക. ശരി. പിന്നെ ഒരു അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. എന്തിനാണ് അസിസ്റ്റന്റ്? ആ ഫില്ലിംഗ് മെറ്റീരിയൽ, ഗ്ലാസ് അയണോമർ മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ടൂൾസ് എടുത്തു കൊടുക്കാനൊക്കെ സഹായിക്കാം. അപ്പോൾ ചികിത്സിക്കുന്ന ആൾക്ക് പല്ല് ഉണങ്ങിയതായി സൂക്ഷിക്കുന്നതിലും പോട് കളയുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാം. സഹായി എവിടെയിരിക്കും? സഹായി സാധാരണ ചികിത്സകന്റെ ഇടതുവശത്ത് കുറച്ചുകൂടി പൊക്കമുള്ള സ്റ്റൂളിലിരുന്നാൽ അവർക്കും വായയുടെ ഉള്ളിലേക്കൊരു വ്യൂ കിട്ടും. ഇനി തനിച്ചാണ് ചെയ്യുന്നതെങ്കിലോ? ഒരു കുഴപ്പമില്ല. ആവശ്യമുള്ള ടൂൾസൊക്കെ വയ്ക്കാൻ ചെറിയൊരു ടേബിളോ ട്രേയോ രോഗിയുടെ തലയുടെ അടുത്തോ അല്ലെങ്കിൽ ഓപ്പറേറ്ററുടെ വലതുവശത്തോ വെച്ചാൽ മതി. അതാണ് ARTയുടെ ഒരു സൗകര്യം. വളരെ ഫ്ലെക്സിബിളാണ്. ഇനി രോഗി എങ്ങനെയാണ് ഇരിക്കേണ്ടത്? അതോ കിടക്കണോ? ഏറ്റവും നല്ലത് രോഗിയെ ഒരു പരന്ന സ്ഥലത്ത് മലർത്തിക്കിടത്തുന്നതാണ്. അതൊരു ബെഞ്ചോ മേശയോ കട്ടിലോ എന്തുമാവാം. തറയിൽ കിടത്തിയാലോ? അതും മതി. ഒരു പായ വിരിച്ച് അതിൽ കിടത്തിയാലും മതി. തലയ്ക്ക് ഒരു സപ്പോർട്ട് കൊടുക്കണം. ഒരു തലയിണയോ അല്ലെങ്കിൽ ടയർ ട്യൂബ് പോലത്തെ ഒരു റബ്ബർ വളയമോ വെക്കാൻ. എന്തിനാണ് ഈ കിടത്തുന്ന പൊസിഷൻ? പ്രധാനമായും ഉമിനീര് കൺട്രോൾ ചെയ്യാനാണ്. നമ്മൾ കിടക്കുമ്പോൾ ഉമിനീര് സ്വാഭാവികമായിട്ട് തൊണ്ടയിലേക്ക് പോയിക്കോളും. ശരിയാണ്. അപ്പോ പല്ലിന്റെ ഭാഗത്ത് ഉമിനീര് കെട്ടിനിൽക്കുന്നത് കുറയും. നമുക്ക് പല്ല് ഡ്രൈ ആക്കി വെക്കണമല്ലോ, അതിനിത് സഹായിക്കും. പിന്നെ ഈ ചികിത്സിക്കുന്ന ഭാഗം, അതായത് രോഗിയുടെ വായ ഓപ്പറേറ്ററുടെ നെഞ്ചിന്റെ ലെവലില് ഏകദേശം മടിയുടെ മുകളിൽ വരുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്താൽ കൈക്ക് നല്ല സപ്പോർട്ടും കിട്ടും. ഓക്കേ, മനസ്സിലായി. പിന്നെ ഈ പൊസിഷനിങ്ങിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രോഗിയുടെ തലയുടെ സ്ഥാനം ആവശ്യത്തിന് മാറ്റിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്.
തല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണോ? അതെ, കാഴ്ച ക്ലിയർ ആവാൻ അത് വേണം. ഇപ്പോൾ മുകളിലത്തെ പല്ലാണ് ചെയ്യുന്നതെങ്കിൽ തല കുറച്ച് പിന്നോട്ട് ചരിക്കാൻ പറയണം, താടി കുറച്ച് മുകളിലേക്കാക്കിയിട്ട്. ഓക്കെ. ഇനി താഴത്തെ പല്ലുകളാണെങ്കിൽ തല കുറച്ച് മുന്നോട്ട് കുനിച്ച് താടി നെഞ്ചിനോട് അടുപ്പിക്കാൻ പറയണം. സൈഡിലെ പല്ലുകളാണെങ്കിലോ? തല ഇടത്തോട്ടോ വലത്തോട്ടോ തിരിക്കാം. ഏത് ഭാഗമാണോ കാണേണ്ടത് അങ്ങോട്ട്. വായ നന്നായി തുറക്കാൻ പറയണം. പക്ഷെ ചിലപ്പോ വായ ചെറുതായി ഒന്ന് അടയ്ക്കുമ്പോൾ കവിളിലെ മസിൽസ് ഒന്ന് റിലാക്സ് ആവും. അപ്പോ ചെറിയൊരു ഡെന്റൽ മിറർ വെച്ച് കവിള് പതുക്കെ മാറ്റിപ്പിടിക്കാൻ എളുപ്പമായിരിക്കും. ശരി, പൊസിഷൻ കഴിഞ്ഞു. ഇനി വെളിച്ചം. വെളിച്ചം, അത് പ്രധാനാണല്ലോ. തീർച്ചയായും, നല്ലപോലെ കാണണ്ടേ. പകൽ വെളിയിലാണെങ്കിൽ ചിലപ്പോൾ സൂര്യപ്രകാശം മതിയാവും. പക്ഷെ എപ്പോഴും അത് നടക്കില്ലല്ലോ. ഇല്ല, അതുകൊണ്ട് ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ് സോഴ്സാണ് ഏറ്റവും നല്ലത്. ഒന്നുകിൽ തലയിൽ വെക്കുന്ന ഹെഡ്ലാമ്പ്, അല്ലെങ്കിൽ ആ ഡെന്റൽ മിററിൽ ഘടിപ്പിക്കുന്ന ചെറിയ ലൈറ്റുകൾ കിട്ടും. അതെന്താ ഗുണം? ഗുണം എന്താന്ന് വെച്ചാൽ എപ്പോഴും ഒരേപോലെ വെളിച്ചം കിട്ടും. നമുക്ക് ഏത് പല്ലിലേക്കാണോ നോക്കേണ്ടത് അങ്ങോട്ട് കറക്റ്റ് ഫോക്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ വായ്ക്കു പുറത്തുള്ള കാര്യങ്ങള് സെറ്റായി. പൊസിഷൻ, ലൈറ്റ്, ഇനി വായ്ക്കുള്ളിലെ കാര്യം. വായ്ക്കുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉമിനീര് നിയന്ത്രിക്കുക. ARTയുടെ വിജയം പകുതിയും ഇതിലാണ്. അതെന്താ അത്ര പ്രധാനം? നമ്മൾ ഉപയോഗിക്കുന്ന ആ ഗ്ലാസ് അയോണോമർ ഫില്ലിങ് പല്ലുമായിട്ടൊട്ടണമെങ്കിൽ ആ പല്ലിന്റെ സർഫസ് ഡ്രൈ ആയിരിക്കണം. തുള്ളി വെള്ളം പാടില്ല. ഓ. ഒരു തുള്ളി ഉമിനീര് വീണാ മതി, ആ ഒട്ടൽ ശരിയാവില്ല. നമ്മളൊരു നനഞ്ഞ സ്റ്റിക്കർ ഒട്ടിക്കാൻ നോക്കുന്ന പോലെയാവും. അത് ശരിക്കും ഒട്ടില്ല, ഇളകിപ്പോരും. അതുകൊണ്ട് ചികിത്സ തുടങ്ങുമ്പോഴും ചെയ്യുമ്പോഴുമെല്ലാം കോട്ടൺ റോളുകൾ, അതായത് പഞ്ഞി റോളുകൾ ആവശ്യത്തിന് ഉപയോഗിക്കണം. എവിടെ വെക്കണം? ചികിത്സിക്കുന്ന പല്ലിന്റെ ചുറ്റുമായിട്ട്. ഉമിനീര് വരുന്ന ഗ്രന്ഥികളുടെ അടുത്തൊക്കെ വെച്ച് ആ ഭാഗം നന്നായിട്ട് ഡ്രൈ ആക്കി നിർത്തണം. ഓക്കെ. അപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ജോലിസ്ഥലം ഒരുക്കി. ഇനി രണ്ടാമത്തെ പോയിന്റ്, ശുചിത്വവും അണുബാധ നിയന്ത്രണവും. ഹൈജീൻ ആൻഡ് കൺട്രോൾ ഓഫ് ക്രോസ് ഇൻഫെക്ഷൻ. അതെ, ഇതിലൊരു കോംപ്രമൈസും പാടില്ല. എന്തുകൊണ്ട്? കാരണം നമ്മളൊരാളുടെ വായിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലൂടെ മറ്റൊരാൾക്ക് അസുഖം വരാം. ചികിത്സിക്കുന്ന ആൾക്കോ രോഗിക്കോ ഇത് പരസ്പരം പകരാം. HIV, ഹെപ്പറ്റൈറ്റിസ് B പോലെയുള്ള അസുഖങ്ങൾ. അതെ, അതൊക്കെ ഇങ്ങനെ പകരാം. അതുകൊണ്ട് ഓരോ രോഗിക്കും ഉപയോഗിക്കുന്നതിന് മുൻപ് എല്ലാ ഉപകരണങ്ങളും സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം, അണുവിമുക്തമാക്കിയിരിക്കണം. സാധാരണ ക്ലിനിക്കുകളിലൊക്കെ ഓട്ടോക്ലേവ് ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. ഓട്ടോക്ലേവാണ് സ്റ്റാൻഡേർഡ്. നല്ല ചൂടും പ്രഷറുമുള്ള നീരാവി ഉപയോഗിച്ച് അണുക്കളെ നശിപ്പിക്കുന്നൊരു മെഷീനാണത്. പക്ഷേ ART പലപ്പോഴും ചെയ്യുന്നത് ഈ സൗകര്യങ്ങളില്ലാത്ത സ്ഥലങ്ങളിലാണെന്ന് പറഞ്ഞല്ലോ. ചിലപ്പോൾ കറണ്ട് പോലുമില്ലാത്ത സ്ഥലങ്ങളില്. അവിടെ എന്തു ചെയ്യും? അവിടെയാണ് ARTയുടെ പ്രാക്ടിക്കാലിറ്റി വരുന്നത്. ഇതിനുമൊരു വഴിയുണ്ട്. നമ്മുടെ സാധാരണ പ്രഷർ കുക്കർ. പ്രഷർ കുക്കറോ? അതെങ്ങനെ ശരിയാവും? പ്രഷർ കുക്കറിലും സംഭവിക്കുന്നത് ഇത് തന്നെയല്ലേ. അടച്ച പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ പ്രഷർ കൂടും, നല്ല ചൂടുള്ള നീരാവി ഉണ്ടാവും. ആ നീരാവിക്ക് അണുക്കളെ നശിപ്പിക്കാൻ പറ്റും. ഓട്ടോക്ലേവിന്റെ അതേ തത്വം. കൊള്ളാം. അത് ചെയ്യുന്ന രീതിയൊന്ന് പറയാമോ? പറയാം. ആദ്യം ഉപയോഗിച്ച ഉപകരണങ്ങൾ നന്നായി കഴുകണം. സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഒരു ബ്രഷ് വെച്ച് ഉരച്ച് അതിലുള്ള രക്തക്കറയോ മറ്റഴുക്കുകളോ ഒക്കെ കളയണം. ഓക്കേ. എന്നിട്ട് പ്രഷർ കുക്കറിന്റെ അടിയിൽ ഒരു 2-3 സെന്റിമീറ്റർ വെള്ളമൊഴിക്കുക. കുറച്ചു വെള്ളം മതി? അതെ. എന്നിട്ട് ഈ കഴുകിയ ഉപകരണങ്ങൾ അതിൽ വെക്കണം. ഒരു സ്റ്റാൻഡോ തട്ടോ വെച്ച് അതിനു മുകളിൽ വെച്ചാൽ മതി. വെള്ളത്തിൽ മുങ്ങിപ്പോകരുത്. ശരി. എന്നിട്ട് കുക്കർ അടച്ച് ചൂടാക്കുക. വെയിറ്റിടുന്ന നോസിലൂടെ സ്റ്റീം നല്ല ശക്തിയിൽ പുറത്തേക്ക് വരുമ്പോൾ വെയിറ്റിടുക. ഇനി തീ കുറച്ചിട്ട് ഒരു 15 മിനിറ്റെങ്കിലും ഈ സ്റ്റീം വരുന്ന അവസ്ഥയിൽ വെക്കണം. ആ വെന്റിലൂടെ എപ്പോഴും കുറച്ചെങ്കിലും സ്റ്റീം പുറത്തു പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. വെള്ളം വറ്റിപ്പോയാലോ? വെള്ളം വറ്റി സ്റ്റീം വരുന്നത് നിന്നാൽ അത് ശരിയായ സ്റ്റെറിലൈസേഷൻ ആയില്ല. അപ്പോ തീ ഓഫ് ചെയ്ത് തണുത്തിട്ട് വീണ്ടും വെള്ളമൊഴിച്ച് 15 മിനിറ്റ് വെക്കണം. ഓക്കെ. 15 മിനിറ്റ് കഴിഞ്ഞാലോ? തീ ഓഫ് ചെയ്യുക. കുക്കർ തനിയെ തണുക്കാൻ വെക്കണം. പ്രഷർ മുഴുവൻ പോയിട്ട് തുറക്കാവൂ. സൂക്ഷിക്കണം. എന്നിട്ട് സ്റ്റെറിലൈസ് ചെയ്തൊരു ഫോർസെപ്സ് എന്തെങ്കിലും ഉപയോഗിച്ച് ആ ഉപകരണങ്ങൾ പുറത്തെടുക്കുക. വൃത്തിയുള്ള ഉണങ്ങിയൊരു ടവലിൽ വെച്ച് ഉണക്കുക. എന്നിട്ട് അണുവിമുക്തമാക്കിയ അടപ്പുള്ളൊരു ബോക്സിൽ സൂക്ഷിക്കുക. അപ്പോ ഇതും ഒരു പരിമിതമായ സാഹചര്യത്തിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള വഴിയാണ്. അതെ, നല്ലൊരു ഉദാഹരണമാണിത്. വില കൂടിയ മെഷീനുകൾ ഇല്ലെങ്കിലും ശ്രദ്ധയും അറിവുമുണ്ടെങ്കിൽ ലളിതമായ വഴികളിലൂടെയും സേഫ്റ്റി ഉറപ്പാക്കാം. വളരെ ശരിയാണ്. അപ്പോ സ്ഥലമൊരുക്കി, ഉപകരണങ്ങളും അണുവിമുക്തമാക്കി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം, മൂന്നാമത്തേത് പല്ലടക്കൽ.
റെസ്റ്റോറേഷൻ. അതെ, ഇവിടെയാണ് കുറച്ചുകൂടി ശ്രദ്ധ വേണ്ടത്. ഇതിന് തന്നെ പല സ്റ്റെപ്പുകളുണ്ട്. ഓക്കെ, എന്തൊക്കെയാണത്? ആദ്യത്തേത് പല്ലിലെ കേടുവന്ന ഭാഗം, ആ പോട് നീക്കം ചെയ്യലാണ്. റിമൂവിംഗ് ഡീകെ. അതിനെന്താ ചെയ്യണ്ടേ? ആദ്യം നമ്മൾ പറഞ്ഞ പോലെ പഞ്ഞി റോളുകൾ വെച്ച് പല്ല് നന്നായിട്ട് ഡ്രൈ ആക്കണം. ഓക്കെ. ഒരു നനഞ്ഞ പഞ്ഞികൊണ്ട് പല്ലൊന്ന് തുടച്ചിട്ട് ഉണങ്ങിയ പഞ്ഞുകൊണ്ട് ഒന്നുകൂടി തുടച്ചാൽ ആ പോട് എവിടെയാണെന്ന് വ്യക്തമായി കാണാം. ചിലപ്പോ പോടിന്റെ മുകളിലെ ഓപ്പണിംഗ് ചെറുതായിരിക്കുമല്ലോ. അതെ, പക്ഷേ ഉള്ളിൽ ചിലപ്പോൾ കൂടുതൽ കേടുണ്ടാവും. അങ്ങനെയുള്ളപ്പോൾ ആ ചെറിയ ഓപ്പണിങ്ങിലൂടെ ഉള്ളിലേക്ക് കടന്ന് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പോ ഡെന്റൽ ഹാച്ചറ്റ് എന്ന് പറയുന്ന ചെറിയൊരു ഉപകരണം വെച്ച് ആ ഓപ്പണിംഗ് കുറച്ചൊന്ന് വലുതാക്കണം. ഹാച്ചറ്റ് ഉളി പോലത്തെ ആണോ? ഏകദേശം. അത് വെച്ച് വളരെ പതുക്കെ ഒരു താക്കോല് തിരിക്കുന്നതുപോലെ ചെറുതായി തിരിക്കുമ്പോൾ ആ ദുർബലമായ ഇനാമലിന്റെ ഭാഗങ്ങൾ പൊട്ടിപ്പോകും. ഉള്ളിലേക്ക് കടക്കാൻ ഒരു വഴി കിട്ടും. ശരി, വഴി കിട്ടി. ഇനി ഉള്ളിലുള്ള ആ സോഫ്റ്റായ കേടുവന്ന ഡെന്റിൻ, അതായത് ഇനാമലിന്റെ താഴെയുള്ള ഭാഗം, അത് കളയണം. അതിനെന്താ ഉപയോഗിക്കുക? അതിന് എക്സ്കവേറ്റർ എന്ന് പറയും. ഒരു ചെറിയ സ്പൂൺ പോലത്തെ ഉപകരണം. പല സൈസിൽ കിട്ടും. പോടിന്റെ വലുപ്പമനുസരിച്ചെടുക്കാം. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടത്? വളരെ പതുക്കെ, ഇങ്ങനെ ചുരണ്ടിയെടുക്കുന്ന പോലെ. ജെന്റിൽ സ്കൂപ്പിംഗ് മോഷൻ. ശക്തി കൊടുക്കരുത്. ആ കേടുവന്ന മൃദുവായ ഭാഗം മാത്രം പതുക്കെ എടുക്കുക. എവിടെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്? ഒരു പ്രധാന സ്ഥലം ആ ഇനാമലും ഡെന്റിനും ചേരുന്ന ഭാഗമാണ്. ഇനാമൽ ഡെന്റിൻ ജംഗ്ഷൻ, അല്ലെങ്കിൽ EDJ എന്ന് പറയും. EDJ. അതെ, ആ ഭാഗം ക്ലീൻ ആയിരിക്കണം. കാരണം ഫില്ലിംഗ് ശരിക്കും ഒട്ടണമെങ്കിൽ ആ ബോർഡർ നല്ല ഉറപ്പുള്ളതായിരിക്കണം. അവിടെ പോട് ബാക്കിയുണ്ടാവരുത്. അത് ക്ലീൻ ചെയ്യുമ്പോൾ വേറെ പ്രശ്നമുണ്ടോ? ചിലപ്പോൾ ആ EDJയിലെ പോട് കളയുമ്പോൾ അതിന് മുകളിലുള്ള ഇനാമലിന് താഴെ സപ്പോർട്ടില്ലാതാവും. അൺസപ്പോർട്ടഡ് ഇനാമൽ എന്ന് പറയും. അടിയിൽ താങ്ങില്ലാത്ത ഇനാമൽ. അതെ, അത് വളരെ വീക്കായിരിക്കും. പിന്നെ എപ്പോഴെങ്കിലും പൊട്ടിപ്പോകാം. ഫില്ലിംഗ് ഫെയിലർ ആവും. അപ്പൊ അതും കളയണം. അതിനും ഈ ഹാച്ചറ്റ് ഉപയോഗിക്കാം. അതിന്റെ മുന ആ ഇനാമലിന്റെ അടിയിൽ വെച്ച് പതുക്കെ തട്ടിയാൽ മതി. ചെറിയ കഷ്ണങ്ങളായി പൊട്ടിപ്പോകും. നല്ല ഉറപ്പുള്ള ഒരു ബോർഡർ കിട്ടുന്നതുവരെ ഇത് ചെയ്യണം. അപ്പോൾ ഉള്ളിലേക്ക് നന്നായി കാണാനും പറ്റും. അതായത് കേടായതും ദുർബലമായതും എല്ലാം കളയണം, പക്ഷെ നല്ല പല്ലിനെ സംരക്ഷിക്കുകയും വേണം. അതാണ് മിനിമൽ ഇന്റർവെൻഷൻ. ARTയുടെ തത്വം അതാണ്. ഈ ക്ലീൻ ചെയ്യുന്നതിനിടയ്ക്ക് പഞ്ഞി നനഞ്ഞാൽ ഉടനെ മാറ്റണം. പുതിയ ഉണങ്ങിയത് വെക്കണം. ഡ്രൈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ 2 കാര്യങ്ങൾ പ്രത്യേകം ഓർക്കണം. ഒന്ന്, ഞാൻ പറഞ്ഞ EDJ അത് ക്ലീൻ ആയിരിക്കണം. അല്ലെങ്കിൽ ഫില്ലിങ്ങിന്റെ അടിയിൽ വീണ്ടും കേടുവരും. ശരി. രണ്ടാമത്തേത്, പോട് നല്ല ആഴത്തിലുള്ളതാണെങ്കിൽ അതിന്റെ ഏറ്റവും അടിഭാഗം ക്ലീൻ ചെയ്യുമ്പോൾ ഭയങ്കര ശ്രദ്ധ വേണം. പൾപ്പിന്റെ അടുത്തായിരിക്കും. പൾപ്പ്, അതായത് പല്ലിന്റെ ഞരമ്പ്. അതെ, അവിടെ എത്തുമ്പോൾ വളരെ പതുക്കെ ആ സോഫ്റ്റായ ഭാഗം മാത്രം കളയുക. കൂടുതൽ ചുരണ്ടിയാൽ പൾപ്പ് എക്സ്പോസ്ഡ് ആകും. ബ്ലീഡിംഗ് ഉണ്ടാകും. അത് കോംപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പം എല്ലാ പോടും കളഞ്ഞുറപ്പാക്കി. ഇനി നനഞ്ഞ പഞ്ഞികൊണ്ട് ആ കാവിറ്റി നന്നായി തുടച്ച് ക്ലീൻ ചെയ്യുക. എന്നിട്ട് രോഗിയോട് പല്ലൊന്ന് കടിച്ചു നോക്കാൻ പറയണം. എന്തിന്? ഓപ്പോസിറ്റ് പല്ലുമായിട്ട് ഈ പല്ല് എങ്ങനെയാണ് മുട്ടുന്നത് എന്ന് നോക്കാൻ. ഫില്ലിങ്ങിന്റെ ഹൈറ്റ് കറക്റ്റ് ചെയ്യാൻ ഇത് സഹായിക്കും. അതിനുശേഷം വീണ്ടും ഉണങ്ങിയ പഞ്ഞികൊണ്ട് തുടച്ച് ഡ്രൈ ആക്കണം. ഇനിയിപ്പം പോട് പല്ലുകളുടെ ഇടയിലാണെങ്കിലോ? നല്ല ചോദ്യം. അതിനെ മൾട്ടി സർഫസ് കാവിറ്റി എന്ന് പറയും. അപ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ അതിന്റെ സൈഡ് വോൾ ശരിക്ക് ഷേപ്പ് ചെയ്യണം. അല്ലെങ്കിൽ അവിടെ ഫുഡ് പോയി കുടുങ്ങും. അതിനെന്താ വഴി? അതിന് പല്ലുകളുടെ ഇടയിൽ ഒരു നേർത്ത പ്ലാസ്റ്റിക് സ്ട്രിപ്പ് കയറ്റിവയ്ക്കും. ഓക്കെ. ആ സ്ട്രിപ്പ് അവിടെ തന്നെ നിർത്താൻ മോണയുടെ ഭാഗത്ത് പല്ലുകളുടെ ഇടയിലുള്ള ഗ്യാപ്പിൽ ചെറിയൊരു മരത്തിന്റെ കഷ്ണം, വെഡ്ജ് എന്ന് പറയും, അത് തിരികെ വയ്ക്കും. അപ്പോൾ ഫില്ലിങ്ങിന് ഒരു സൈഡ് വാള് കിട്ടും. മനസ്സിലായി. അപ്പോ കാവിറ്റി ക്ലീനായി, ഡ്രൈ ആയി, ആവശ്യമെങ്കിൽ സ്ട്രിപ്പും വെഡ്ജും വെച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ്, കണ്ടീഷനിങ്. എന്താണത്? നമ്മളിടുന്ന ഗ്ലാസ് ഐണോമർ ഫില്ലിംഗ് പല്ലുമായിട്ടൊരു കെമിക്കൽ ബോണ്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ബോണ്ടിംഗ് സ്ട്രോങ് ആകാൻ വേണ്ടി പല്ലിന്റെ സർഫസിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റെപ്പാണ് കണ്ടീഷനിങ്. ഒരു പ്രതലത്തില് പശ തേക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ക്ലീൻ ചെയ്യില്ലേ, അതുപോലെ. എന്ത് വെച്ചാണ് കണ്ടീഷൻ ചെയ്യുന്നത്? സാധാരണ ഡെന്റിൻ കണ്ടീഷണർ എന്നൊരു ലിക്വിഡുണ്ട്. മിക്കവാറും 10% പോളിയാക്രിലിക് ആസിഡ് ആയിരിക്കും അത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്ലാസ് ഐണോമർ കിറ്റിലെ ലിക്വിഡ് തന്നെ കുറച്ച് നേർപ്പിച്ച് ഉപയോഗിക്കാറുണ്ട്. ഇതെങ്ങനെയാ ചെയ്യാ? ഒരു തുള്ളി കണ്ടീഷണർ പാഡിലെടുക്കുക. ഒരു ചെറിയ പഞ്ഞി അതിൽ മുക്കി ആ കാവിറ്റിയുടെ എല്ലാ ഭിത്തികളിലും പിന്നെ അടുത്തുള്ള ചെറിയ ചാലുകൾ
ഫിഷറുകൾ എന്നൊക്കെ പറയും, അവിടെയെല്ലാം ഒരു 10-15 സെക്കൻഡ് നേരം പതുക്കെ തേച്ചു പിടിപ്പിക്കുക. എന്നിട്ടോ? എന്നിട്ട് ഇത് നന്നായി കഴുകിക്കളയണം. അത് വളരെ പ്രധാനമാണ്. നനഞ്ഞ പഞ്ഞികൊണ്ട് ഒരു 3 തവണയെങ്കിലും തുടച്ച് ആ ആസിഡിന്റെ അംശം മുഴുവൻ കളയണം. കഴുകിയിട്ട് പിന്നെയും ഉണക്കണോ? ഉണക്കണം. ഉണങ്ങിയ പഞ്ഞികൊണ്ട് തുടയ്ക്കാം, പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഓവർ ഡ്രൈ ആകരുത്. ഒരുപാട് ഉണങ്ങാൻ പാടില്ല. പാടില്ല. പല്ല് കാറ്റടിച്ച് ഉണങ്ങിയ പോലെ വരണ്ടിരിക്കരുത്. ഒരു ചെറിയ നനവ് വേണം, സ്ലൈറ്റ്ലി ഡാംപ്. നനഞ്ഞ തുണി പിഴിഞ്ഞാലുള്ളൊരു നനവില്ലേ, അതുപോലെ. വെള്ളത്തുള്ളി കാണാനും പാടില്ല. ഒരുപാട് ഉണങ്ങിയാലും ഒരുപാട് നനഞ്ഞാലും ബോണ്ടിങ് ശരിയാവില്ല. ഓക്കെ, ആ ചെറിയ നനവ് പ്രധാനമാണ്. വളരെ പ്രധാനം. ഇനി അടുത്തത് ഫില്ലിംഗ് മെറ്റീരിയൽ മിക്സ് ചെയ്യലാണ്, ഗ്ലാസ് ഐനോമ. അതെ, ഇത് സാധാരണ ഒരു പൗഡറും ഒരു ലിക്വിഡുമായിട്ടാണ് വരുന്നത്. അതെങ്ങനെയാ മിക്സ് ചെയ്യുന്നത്? അത് ഓരോ ബ്രാൻഡിനും ചെറിയ വ്യത്യാസമുണ്ടാകാം. എങ്കിലും പൊതുവായിട്ട് ഒരു മിക്സിംഗ് പാഡിൽ നിർമ്മാതാവ് പറയുന്ന അളവിൽ പൗഡറും ലിക്വിഡും എടുക്കുക. സാധാരണ 1 സ്പൂൺ പൗഡറിന് 1-2 തുള്ളി ലിക്വിഡാവും. എന്നിട്ട് ഒരു സ്പാറ്റുല വെച്ച് വേഗത്തിൽ മിക്സ് ചെയ്യണം. ഒരു 20-30 സെക്കൻഡിനുള്ളിൽ മിക്സിംഗ് തീർക്കണം. അത്ര പെട്ടെന്ന് വേണോ? വേണം, കാരണം അത് ഉറക്കാൻ തുടങ്ങും. അവസാനം കിട്ടുന്ന ആ മിക്സ്ചർ നല്ല സ്മൂത്ത് ആയിരിക്കണം, എന്നാൽ ഒട്ടിപ്പിടിക്കുന്നൊരു പരുവം, ഏകദേശം ചൂയിംഗം പോലെ. മിക്സ്ചർ ശരിയായില്ലെങ്കിലോ, ഉണങ്ങിയ പോലെയോ തരിതരിപ്പായോ തോന്നിയാൽ? അതുപയോഗിക്കരുത്. കളഞ്ഞിട്ട് പുതിയതുണ്ടാക്കണം. എപ്പോഴാണ് മിക്സ് ചെയ്യാൻ തുടങ്ങേണ്ടത്? കാവിറ്റി ക്ലീൻ ചെയ്ത്, കണ്ടീഷൻ ചെയ്ത്, ഉണക്കി, കോട്ടൺ റോളൊക്കെ വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്ത ശേഷം മാത്രം പൗഡറും ലിക്വിഡും എടുത്ത് മിക്സ് ചെയ്താൽ മതി. ഓക്കെ, മിക്സ് ചെയ്തു. ഇനി അത് പല്ലിലേക്ക് വെക്കണം. അതെ, അതിന് അപ്ലയർ കാർവർ എന്നൊരു ഉപകരണമുണ്ട്. അതിന്റെ പരന്ന ഭാഗം വെച്ച് കുറേശ്ശെ എടുത്ത് കാവിറ്റിയിലേക്ക് നിറയ്ക്കുക. ഉള്ളിൽ എയർ ബബിൾസ് വരാതെ നോക്കണ്ടേ? വേണം. ഓരോ തവണ വെക്കുമ്പോഴും ഒരു എക്സ്കവേറ്ററിന്റെ ബാക്ക് സൈഡ് കൊണ്ടോ മറ്റോ പതുക്കെ അമർത്തി കൊടുക്കണം. എല്ലാ മൂലകളിലും എത്തണം. ആ ഫിഷറുകളിലേക്കും കുറച്ച് വെക്കണം. എന്നിട്ടൊരു പ്രസ് ഫിംഗർ ടെക്നിക് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആഹാ, ഉണ്ട്. ഗ്ലൗ ഇട്ട ചൂണ്ടുവിരലിൽ കുറച്ച് വാസലിൻ പുരട്ടുക. ഫില്ലിംഗ് വിരലിൽ ഒട്ടാതിരിക്കാനാ. എന്നിട്ട് ആ വിരൽ വെച്ച് നിറച്ച ഫില്ലിങ്ങിന് മുകളിൽ ഒന്ന് അമർത്തി പിടിക്കുക, കുറച്ച് സെക്കൻഡ്സ്. അതെന്തിനാ? അത് ആ മിശ്രിതത്തെ കാവിറ്റിയുടെ എല്ലാ ഭാഗത്തേക്കും ചെറിയ ഗ്യാപ്പുകളിലേക്കും ഒക്കെ നന്നായി അമർത്തി ചേർക്കാനാണ്. പല്ലുമായിട്ട് നല്ലൊരു അഡാപ്റ്റേഷൻ കിട്ടും. ഇങ്ങനെ അമർത്തുമ്പോൾ എക്സസ് ആയിട്ടുള്ളത് പുറത്തേക്ക് വരുമല്ലോ? വരും. അത് ഉറക്കുന്നതിന് മുൻപ് തന്നെ ആ കാർവർ വെച്ച് വേഗം ചുരണ്ടിക്കളയണം. മിക്സ് ചെയ്യാൻ തുടങ്ങിയതു മുതൽ ഈ ഫിംഗർ പ്രഷർ കഴിഞ്ഞ് വിരലെടുക്കുന്നതുവരെ 1 മിനിറ്റിൽ കൂടുതൽ എടുക്കരുത്. ഓക്കേ, എന്നിട്ടോ? എന്നിട്ടത് ഉറക്കാൻ വെക്കുക, ഒരു 2-3 മിനിറ്റ്. ഉമിനീര് വീഴാതെ കോട്ടൺ റോൾ വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഫില്ലിംഗ് ഉറച്ചു കഴിഞ്ഞാലേ? ഏകദേശം ഒരു 1-2 മിനിറ്റ് മതിയാവും. കാലാവസ്ഥ അനുസരിച്ച് മാറും. ഉറച്ചെന്ന് തോന്നിയാൽ ആ പ്ലാസ്റ്റിക് സ്ട്രിപ്പും വെഡ്ജും ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റാം. ഇനി കടി നോക്കണം, ബൈറ്റ് ചെക്ക് ചെയ്യണം. അതെങ്ങനെയാ? ആർട്ടിക്കുലേറ്റിംഗ് പേപ്പർ എന്നൊരു കളർ പേപ്പറുണ്ട്. അത് ഫില്ലിങ്ങിന് മുകളിൽ വെച്ച് രോഗിയോട് പല്ല് കൂട്ടിക്കടിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഉരസാനും പറയുക. അപ്പോ ഫില്ലിംഗ് എവിടെയെങ്കിലും പൊങ്ങിയിരിപ്പുണ്ടെങ്കിൽ, ഒരു ഹൈ സ്പോട്ട് ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ഈ പേപ്പറിന്റെ കളർ പിടിക്കും. അങ്ങനെ കണ്ടാൽ കാർവർ വെച്ച് ആ ഭാഗം മാത്രം പതുക്കെ ചുരണ്ടി താഴ്ത്തി കൊടുക്കണം. കടി എല്ലാ പോയിന്റിലും ഒരുപോലെ ആകുന്നതുവരെ ഇത് ചെയ്യാം. കടി നോക്കുമ്പോൾ പഞ്ഞി കടിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണോ? ഉറപ്പാക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോവും. കടിയൊക്കെ ശരിയായാൽ ഫില്ലിങ്ങിന് മുകളിൽ കുറച്ച് വാസലിൻ പുരട്ടുന്നത് നല്ലതാ. അത് ആദ്യത്തെ കുറച്ച് സമയം ഫില്ലിംഗ് ഒരുപാട് ഡ്രൈ ആകുന്നത് തടയും. ഓക്കേ, കഴിഞ്ഞോ? അവസാനമായിട്ട് രോഗിയോട് പറയണം, 1 മണിക്കൂർ നേരത്തേക്ക് ആ ഭാഗം വെച്ചൊന്നും കഴിക്കരുത്, കുടിക്കരുത്. പ്രത്യേകിച്ച് കട്ടിയുള്ളതോ ചൂടുള്ളതോ തണുത്തതോ ആയതൊന്നും. ശരി, അപ്പൊ നമ്മൾ RATയുടെ 3 പ്രധാന ഘടകങ്ങൾ വിശദമായി സംസാരിച്ചു. 1, നല്ലൊരു വർക്കിംഗ് എൻവയൺമെന്റ് ഉണ്ടാക്കുക. അതെ, പൊസിഷനിങ്, ലൈറ്റ്, സലൈവ കൺട്രോൾ. 2, ഹൈജീനും ക്രോസ് ഇൻഫെക്ഷൻ കൺട്രോളും, സ്റ്റെറിലൈസേഷൻ, പ്രഷർ കുക്കർ വെച്ചുള്ള സ്റ്റെറിലൈസേഷൻ ഉൾപ്പെടെ. 3, റെസ്റ്റോറേഷൻ. അതിൽ തന്നെ കാവിറ്റി ഓപ്പൺ ചെയ്യുന്നത്, പോഡ് കളയുന്നത്, കണ്ടീഷൻ ചെയ്യുന്നത്, മിക്സ് ചെയ്യുന്നത്, ഫില്ല് ചെയ്യുന്നത്, ബൈറ്റ് ചെക്ക് ചെയ്യുന്നത്, ഫിനിഷിംഗ് വരെ. അതെ, ഓരോ സ്റ്റെപ്പും അതിൻ്റെതായ പ്രാധാന്യത്തോടെ ചെയ്യണം, അല്ലേ? തീർച്ചയായും. ഒന്ന് പിഴച്ചാൽ മറ്റേതിനെ ബാധിക്കും, ഫൈനൽ റിസൾട്ടിനെ ബാധിക്കും. ഈ പറഞ്ഞ ഘട്ടങ്ങളെല്ലാം ശ്രദ്ധിച്ചു ചെയ്താൽ ART വളരെ എഫക്റ്റീവാണെന്ന് പറയാം. വളരെ എഫക്റ്റീവാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ,
കുട്ടികൾക്കും പേടിയുള്ളവർക്കും സ്പെഷ്യൽ നീഡ്സ് ഉള്ളവർക്കും വിദൂര സ്ഥലങ്ങളിലുള്ളവർക്കുമൊക്കെ ഇത് വലിയൊരു അനുഗ്രഹമാണ്. ശരിയാണ്. ഇത് കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഏറ്റവും പുതിയ ടെക്നോളജിയോ ഭയങ്കര വില കൂടിയ ഉപകരണങ്ങളോ ഇല്ലെങ്കിലും ബേസിക് പ്രിൻസിപ്പിൾസിൽ ഉറച്ചു നിന്നാൽ ശ്രദ്ധയും സ്കില്ലും ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഡെന്റൽ കെയർ കൊടുക്കാൻ പറ്റുമെന്നാണ്. നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾക്ക് ഇതൊരു വ്യക്തമായ ഉത്തരം നൽകിയെന്ന് കരുതുന്നു. തീർച്ചയായും വളരെ വിശദമായി തന്നെ പറഞ്ഞു. അപ്പോ ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. ARTയുടെ അടിസ്ഥാന ആശയം മിനിമൽ ഇന്റർവെൻഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് പല്ലിന്റെ നല്ല ഭാഗം പരമാവധി നിലനിർത്തുക, ആവശ്യമുള്ള കേട് മാത്രം മാറ്റുക, സിമ്പിൾ ടൂൾസ് ഉപയോഗിക്കുക. ഈ ഒരു കുറഞ്ഞത് മതി അഥവാ ലെസ് ഇസ് മോർ എന്ന തത്വം ഇത് ഡെന്റിസ്ട്രിയിൽ മാത്രമല്ല, ഒരുപക്ഷെ ഹെൽത്ത് കെയറിലെ മറ്റു പല കാര്യങ്ങളിലും. എപ്പോഴാണ് നമുക്ക് ശരിക്കും കോംപ്ലക്സായ ഇന്റർവെൻഷനുകൾ വേണ്ടത്, എപ്പോഴാണ് ഈ സിമ്പിളായ ബേസിക്കായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മളെ വീണ്ടും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നില്ലേ? ഈ വിശദമായ വിശകലനത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി.